ഒരു ഭർത്താവിന് ഒരു കാമുകി ഉണ്ടെന്ന് കരുതുക. ഈ ഭാര്യ പോയിട്ട് ആദ്യം ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കും, വഴക്കൊക്കെ ഉണ്ടാക്കും, ഭർത്താവ് പിന്തിരിയുന്നില്ല എന്ന് വിചാരിക്കുന്നു, തിരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഈ പെൺകുട്ടി പോയിട്ട് ഏതെങ്കിലും സ്പിരിച്വൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന, കൂടോത്രം ചെയ്യുന്ന ആളുകളുടെ അടുത്ത് പോകുന്നു, കർമ്മം ചെയ്യുന്നു. ആ പെൺകുട്ടിയെ തകർക്കണം, ഇതാണല്ലോ ലക്ഷ്യം. ആ പെൺകുട്ടിയെ തകർത്ത് ഭർത്താവിനെ തിരിച്ചു കൊണ്ടുവരണം. കഠിന ക്രിയ ചെയ്യുന്നു, ആ പെൺകുട്ടി നശിച്ചില്ലാണ്ടായി മരിച്ചു പോകണം, ഇതാണ് ഈ പെൺകുട്ടിക്ക് ആഗ്രഹം. ഗായത്രി, അതെങ്ങനെ സാധിക്കുമെന്ന് ഞാൻ ചോദിക്കുന്നു. അതായത് ഭാര്യ വിഷമിച്ചത് ഭർത്താവും കാമുകിയും ചെയ്തിരിക്കുന്ന കർമ്മത്തിന്റെ ഫലമായിട്ടാണ്. കർമ്മം എന്ന് പറയുന്നത് ഭർത്താവും കാമുകിയും കൂടി ചെയ്തിരിക്കുന്ന പ്രവൃത്തിയാണ്. ഈ പെൺകുട്ടി പോയിട്ട് കൂടോത്രം മന്ത്രവാദം ചെയ്തിരിക്കുന്നത് ആ നടന്നിരിക്കുന്ന കർമ്മത്തിനാ. ആ കർമ്മത്തിൽ 2 പേരുണ്ട്, ഭർത്താവും ഉണ്ട്, കാമുകിയും ഉണ്ട്. അപ്പൊ പിന്നെ കാമുകിക്ക് മാത്രം എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റുക? അവിടെയാണ് നിങ്ങൾക്ക് അറിയില്ലാത്തൊരു സത്യം കിടക്കുന്നത്.